ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ കൃപയും സമാധാനവും ആശംസിക്കുന്നു. ഉണ്ണീശോയുടെ മുഖത്തെ ശാന്തത നിങ്ങൾ ഓരോരുത്തരുടെയും എന്റെയും ഹൃദയത്തെ ഭരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഈശോയുടെ പിറവി തിരുനാളിന് ഒരുക്കമായിട്ടുള്ള 20-ാം ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. പരിശുദ്ധ കുർബാന അർപ്പണത്തോടും നോമ്പിന്റെ ചൈതന്യത്തോടും അതോടൊപ്പം തന്നെ ഹൃദയത്തിൽ നിരന്തരം മുഴങ്ങുന്ന സുഹൃത ജപത്തിന്റെയും അകമ്പടിയോടുകൂടെ നമ്മൾ 20-ാം ദിനത്തിന്റെ ദൈവവചന വിചിന്തനത്തിലേക്ക് പ്രവേശിക്കുക. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷത്തിന്റെ 2-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുക. ഈശോയുടെ ജനനത്തിന് ആസ്പദമായിട്ടുള്ള സംഭവങ്ങളെ അതിസുന്ദരമായിട്ട് ലൂക്കാ സുവിശേഷകനിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്ന ഭാഗമാണത്. ആ ഭാഗത്തെക്കുറിച്ചുള്ള വിചിന്തനം ആരംഭിക്കുമ്പോൾ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം: എന്തുകൊണ്ട് യൗസേ പിതാവും പരിശുദ്ധ കന്യകാ മറിയവും ബെത്ലഹേമിലേക്ക് യാത്ര ചെയ്തു? ഗലീലയിലെ നസ്രത്തിൽ നിന്ന് യൂദയായിലെ ബെത്ലഹേമിലേക്ക് 110 കിലോമീറ്ററോളം ഏതാണ്ട് യാത്ര ചെയ്യണം. എന്തിന് അങ്ങനെ ഒരു യാത്ര നടത്തേണ്ടി വന്നു? അതിന്റെ പൊളിറ്റിക്കൽ റീസൺ എന്താന്ന് ചോദിച്ചാൽ സുവിശേഷത്തിലൂടെ അത് സുന്ദരമായിട്ട് അത് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അഗസ്റ്റസ് സീസറിന്റെ ഭരണകാലത്ത് എല്ലാവരും പേരെഴുതി ചേർക്കണമെന്ന് പറയുന്ന ഒരു കൽപ്പന പുറപ്പെടപ്പെട്ടു. അഗസ്റ്റസ് സീസർ അങ്ങനെ ഒരു കൽപ്പന പുറപ്പെടുവിക്കുന്നു. അതിന്റെ ഫലമായിട്ട് ജോസഫ്, നമ്മുടെ പ്രിയപ്പെട്ട യൗസേ പിതാവ്, തന്റെ സ്വദേശമായ ബെത്ലഹേമിലേക്ക് യാത്ര ചെയ്യേണ്ടി വന്നു. മറിയം നിയമപരമായിട്ട് യൗസേ പിതാവിന്റെ ഭാര്യയായി തീർന്നിരിക്കുന്നതിനാൽ പരിശുദ്ധ കന്യകാമറിയവും ആ യാത്രയിൽ കൂടെ ചേർന്നു. അങ്ങനെ എന്തുകൊണ്ട് ബെത്ലഹേമിലേക്ക് യാത്ര ചെയ്യേണ്ടി വന്നു എന്നുള്ള ചോദ്യത്തിന്റെ പൊളിറ്റിക്കൽ റീസൺ ഇതാണ്. അഗസ്റ്റസ് സീസറിന്റെ കൽപ്പന, പേരെഴുതി ചേർക്കപ്പെടണമെന്ന കൽപ്പന പുറപ്പെട്ടത് കൊണ്ട് അത് പൂർത്തിയാക്കേണ്ടതിനായിട്ട് ബെത്ലഹേമിലേക്ക് യാത്ര ചെയ്തു. എന്നാൽ ഇതിന്റെ സ്പിരിച്വൽ അല്ലെങ്കിൽ തിയോളജിക്കൽ ഉത്തരം എന്താണ്? എന്തുകൊണ്ട് ബെത്ലഹേമിലേക്ക് യാത്ര ചെയ്യേണ്ടി വന്നു? അതിന്റെ സ്പിരിച്വൽ അല്ലെങ്കിൽ ദൈവശാസ്ത്രപരമായിട്ടുള്ള ഉത്തരം അത് മിക്ക പ്രവചനത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യമാണ്. ആ വചനം ഇങ്ങനെയാണ്: ബെത്ലഹേം എഫ്രാത്ത, യൂദാ ഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക: ബെത്ലഹേം എഫ്രാത്ത, യൂദാ ഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും. ഇതൊരു പ്രവചനമായിരുന്നു. മിഖ എന്ന പ്രവാചകൻ നടത്തിയ പ്രവചനം. ഈ പ്രവചനത്തിന്റെ പൂർത്തീകരണത്തിനായിട്ട് യൗസേ പിതാവും പരിശുദ്ധ കന്യകാ മറിയവും ബെത്ലഹേമിലേക്ക് 110ഓളം കിലോമീറ്റർ താണ്ടി യാത്ര ചെയ്യേണ്ടി വന്നു. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, അഗസ്റ്റസ് സീസർ ഒരിക്കലും അത് മനസ്സിലാക്കിയില്ല. തന്റെ കൽപ്പന കൊണ്ട് ദൈവം തന്റെ പദ്ധതികളെ പൂർത്തിയാക്കുമെന്ന് അഗസ്റ്റസ് സീസർ ഇത് അറിഞ്ഞിട്ടില്ല. എന്നാൽ ദൈവം അഗസ്റ്റസ് സീസറിന്റെ കൽപ്പനയെ ദൈവത്തിന്റെ പദ്ധതികളുടെ പൂർത്തീകരണത്തിനായിട്ട് ഉപയോഗിച്ചു. സമാനമായി ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, എന്റെയും നിങ്ങളുടെയും വർത്തമാനങ്ങളും ചെയ്തികളും എല്ലാം ദൈവത്തിന് തന്റെ പദ്ധതികളുടെ നിർവഹണത്തിനായിട്ട് ഉപയോഗിക്കുക സാധ്യമാണ്. അത് നമ്മൾ തിരിച്ചറിഞ്ഞാലും ശരി, തിരിച്ചറിഞ്ഞില്ലേലും ശരി, ദൈവം എന്നിലൂടെയും നിങ്ങളിലൂടെയും തന്റെ പദ്ധതികൾ ഓരോന്നും മുന്നോട്ട് കൊണ്ടുപോകും. നമ്മൾ പലതും തിരിച്ചറിയുന്നില്ല എന്നേ ഉള്ളൂ. ഈ ദിവസത്തിന്റെ ഒരു സുന്ദരമായ ഒരു അനുഭവം, എന്റെ വ്യക്തിപരമായ ജീവിതത്തിലെ ഒരു അനുഭവം അതിങ്ങനെയാ. ഇന്ന് ഇവിടെ ധ്യാനം ആരംഭിക്കുന്ന ദിവസമാണ്, താമസിച്ചുള്ള ധ്യാനം. അപ്പോൾ ധ്യാനത്തിനായിട്ട് പലരും വന്നു തുടങ്ങി. എല്ലാവർക്കും ബാഡ്ജ് കുത്താനായിട്ട് സേഫ്റ്റി പിൻ അത്യാവശ്യമായി വന്നു. അപ്പോൾ പെട്ടെന്ന് സേഫ്റ്റി പിൻ വേണം. അപ്പൊ സേഫ്റ്റി പിൻ മേടിക്കാനായിട്ട് ഞാൻ പെട്ടെന്നൊന്ന് പുറത്തേക്ക് പോയി, കാർ എടുത്ത് പുറത്തേക്ക് യാത്ര ചെയ്തു. അപ്പം അടുത്തൊരു കടയുണ്ട്. ആ കട ലക്ഷ്യം വെച്ചാണ് ഞാൻ നീങ്ങിയത്. എന്റെ മനസ്സിൽ ഒരു കട ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഞാൻ ആ കടയുടെ വാതിൽക്കൽ എത്തിയപ്പോൾ ആ കട അടച്ചു കിടക്കും. അപ്പോൾ ഞാൻ വീണ്ടും വണ്ടി മുൻപോട്ട് കൊണ്ടുപോയി മറ്റൊരു കടയുടെ വാതിൽക്കൽ എത്തി. മറ്റൊരു കടയുടെ വാതിൽക്കൽ വണ്ടിയിൽ ഇരുന്ന് തന്നെ ഞാൻ അന്വേഷിച്ചു, സേഫ്റ്റി പിൻ ഉണ്ടോ? വളരെ അത്യാവശ്യമാണ്, ഇറങ്ങാനായിട്ട് പെട്ടെന്നൊരു സമയം എടുക്കുക. അതിന് ഞാൻ മുതിർന്നില്ല. സേഫ്റ്റി പിൻ ഉണ്ടെന്ന് അറിഞ്ഞ പാടെ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഞാൻ അകത്തേക്ക് ചെന്നു. അപ്പം ആ കച്ചവടക്കാരനായ ചേട്ടൻ ആ സ്ഥാപനത്തിനുള്ളിൽ തന്നെ കട്ടിലിൽ ഇരിക്കുകയാണ്. ഒരു കച്ചവട സ്ഥാപനത്തിനുള്ളിൽ തന്നെ കട്ടിൽ. അത് എന്റെ ഓർമ്മയിൽ തന്നെ ഇത് ആദ്യത്തെ ഒരു അനുഭവമാണ്. ഞാൻ പെട്ടെന്ന് സേഫ്റ്റി പിൻ അവിടുന്ന് മേടിച്ചു. അദ്ദേഹത്തിന് ഞാൻ പൈസ കൊടുത്തപ്പോൾ അദ്ദേഹം എന്നോട് താങ്ക് യു എന്ന് പറഞ്ഞു. ആ താങ്ക് യു കേട്ടപ്പോൾ ഞാൻ ഉടനെ അദ്ദേഹത്തോട് പ്രതികരിച്ചു, ഈശോ അനുഗ്രഹിക്കട്ടെ കേട്ടോ, ഈശോ അനുഗ്രഹിക്കട്ടെ. ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന ആശംസ കേട്ടപാടെ അദ്ദേഹത്തെ കുറിച്ച് വളരെ ചെറുതായിട്ടൊന്ന് വിവരിച്ചു. വളരെ വിഷമസന്ധിയിലാണ്,
ശാരീരികമായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ട്. എഴുന്നേറ്റ് ഒരു 5 മിനിറ്റ് നിൽക്കുക പോലും അസാധ്യമാണ്. അതുകൊണ്ട് കട്ടില് ഈ സ്ഥാപനത്തിനുള്ളിൽ തന്നെ ക്രമീകരിച്ചിരിക്കുക. 4 മാസം കൂടുമ്പോൾ 35,000 രൂപയുടെ ഒരു ഇഞ്ചക്ഷൻ വേണം. അദ്ദേഹം തന്റെ ഈ കാര്യങ്ങൾ ഓരോന്നും പെട്ടെന്ന് പങ്കുവച്ചു. ഇത് കേട്ടപാടെ ഞാൻ അദ്ദേഹത്തിന്റെ ശിരസിൽ കരങ്ങൾ വെച്ച് ഒന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ആ മൂവ്മെന്റ് അങ്ങോട്ടേക്ക്, ആ സ്ഥാപനത്തിലേക്ക് പോവുക എന്ന് പറയുന്ന ഒരു നീഡ്, ഒരു ആവശ്യം എനിക്ക് വന്നു. എന്നാൽ ആ ആവശ്യത്തിന് പിന്നിൽ ദൈവത്തിന്റെ ഒരു കരം കൂടെയും പ്രവർത്തിച്ചു. അദ്ദേഹത്തിന് ഒരുപക്ഷെ ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് ഒരു ആത്മീയ കൃപയുടെ ഒരു ആവശ്യം ഉണ്ടായിരുന്നിരിക്കാം. ആ പദ്ധതി എന്നിലൂടെ പൂർത്തീകരിക്കാനായിട്ട് ആ സ്ഥാപനത്തിലേക്ക് ദൈവം എന്നെ വഴി നടത്തിയതാണ്. ഇങ്ങനെ നമ്മൾ പലതും തിരിച്ചറിയാത്ത രീതിയിൽ ദൈവം നമ്മൾ ഓരോരുത്തരുടെയും ദൈനംദിന ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഒരപ്പൻ എന്ന നിലയിൽ, ഒരമ്മ എന്ന നിലയിൽ നിങ്ങളുടെ വാക്കുകളെ ദൈവം തന്റെ പദ്ധതിയുടെ പൂർത്തീകരണത്തിനായിട്ട് ഉപയോഗിക്കും. നിങ്ങൾ ഒരുപക്ഷെ മകനോട് മകളോട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ചില പ്രചോദന വാക്കുകളായിരിക്കാം. ആ വാക്കുകൾ വരുന്ന കാലഘട്ടത്തിൽ അവരിലൂടെയുള്ള ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണത്തിനായിട്ട് അത് കാരണമായി തീരാം. അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ വാക്കുകളും ചെയ്തികളും ഒന്നും നിസ്സാരമല്ല. കർത്താവിന്റെ ആത്മാവ് നമ്മൾ ഓരോരുത്തരെയും പ്രചോദിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. കുളിരാൽ വരയ്ക്കുന്ന ഉണ്ണീശോയെ, അങ്ങയെ ഞാൻ മുത്തുന്നു, അങ്ങയെ ഞാൻ തഴുകുന്നു, അങ്ങ് എന്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരേണമേ.